ജസ്റ്റ് നോക്കാം നമുക്ക് ഇതിൽ വേര് പിടിച്ചിട്ടുണ്ടല്ലോ. നിറയെ വേരാണ് ഇത് കറക്റ്റ് പിടിച്ചിരിക്കാണ്ടല്ലേ. അപ്പൊ ഈ സൂത്രം നിങ്ങൾ മറക്കാതെ ചെയ്യാ. ഹലോ ഗൈസ്, സുധീഷ് ഗുരുവായൂരാണ് ഇവിടെ ഷാർജയിൽ നിന്ന്. അതെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സാധനം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കൂർക്ക എന്ന് പറഞ്ഞാൽ അല്ലേ. കൂർക്ക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക. മെഴുകി പുരട്ടിയൊക്കെ വയ്ക്കുമ്പോഴല്ലോ അതും ചോറും ഒരു അതിനോടൊപ്പം വറവായിട്ടുള്ള മത്തിയോ അല്ലെങ്കിൽ ഉണക്ക മാത്രമോ ഉണക്കായാലും എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഓംലേറ്റ് ആയാലും അതിൽ കൂടെ കഴിക്കാനുണ്ടല്ലോ നമ്മള് അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല കൂർക്ക മെഴുകുപുരട്ടിക്ക് വെച്ചിട്ട് മെഴുകുപുരട്ടിക്ക് ഉണ്ടാക്കിയതിന് ശേഷം ആ ചേഞ്ചേറ്റി ഉണ്ടല്ലോ, ആ ചേഞ്ചേറ്റിയില് അതിനെ ഫ്രൈ പാനില്ലേ അതിൽ നമ്മൾ ചോറ് ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാനുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. കൂർക്ക ആദ്യം മുളപ്പിച്ചതിന് ശേഷം അത് തലപ്പ് നുള്ളിയിട്ട് മാറ്റി നടുമ്പോഴാണ് അതിന് കൂടുതൽ വിളവ് ഉണ്ടാവും അല്ലേ. അപ്പൊ അതേപോലെ തലപ്പ് നുള്ളിയിട്ട് നമ്മൾ മാറ്റി നടാറ് ഡയറക്റ്റ് മണ്ണിലിട്ടാണ് ചെയ്യാറുള്ളത്. നമ്മൾ മണ്ണിലിട്ട് ചെയ്യുമ്പോൾ സാധ്യതയും ഇവിടെ മാറ്റപ്പെടുന്ന ചൂടും ഭയങ്കര ചൂടാണ്. പിടിച്ചു പോകാനായിട്ട് വേര് പിടിക്കാനായിട്ട് ഒത്തിരി പാടാണ് നമുക്ക്. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ തലപ്പ് നുള്ളിയിട്ട് ചെറിയ പൊടി സോയിലൊക്കെ ഇട്ട് അത് മുളപ്പിച്ചിട്ട് തൈകൾ മുളപ്പിക്കുന്ന പോലെ ഞാനത് വേര് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ്. നമുക്ക് എന്താ വെച്ചാൽ നാട്ടിലെ പോലെ എല്ലാം നമ്മുടെ ഷാർജയിലും വന്നു ഗൾഫിൽ പറയുമ്പോൾ ഈ കൂർക്ക നമ്മൾ ഉണ്ടാക്കിയിട്ട് തലപ്പ് നുള്ളിയിട്ട് പിടിച്ചില്ലെങ്കിലോ ആ സീസണായിട്ട് പോയി കിട്ടുന്നത്. അപ്പോൾ വേറെ തലപ്പം കിട്ടാനായിട്ട് പുറത്തുനിന്ന് വാങ്ങാനും പറ്റില്ല. കേസുകളോടൊന്നും നമുക്ക് ഇവിടെ കിട്ടില്ല. നാട്ടിലാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ തലപ്പും കിട്ടും. നമ്മുടെ പറമ്പുകളിലൊക്കെ ഒരുപാട് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഓരോ തലപ്പും വളരെ എന്താ പറയുക വില കൂടിയ സംഭവമാണ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അത് വേറെ പുറത്ത് കിട്ടാറുണ്ട്. പൈസ കൊടുത്താലും കിട്ടില്ല. നാട്ടിലിപ്പോൾ തലപ്പന ഒരു രൂപ 2 രൂപയൊക്കെ ഉണ്ട്. നമ്മൾ പുറത്ത് കിട്ടാനുണ്ട്, കടയിൽ കിട്ടും. പുറത്ത് തൊടിയിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും. പക്ഷെ വാങ്ങാൻ പോകുമ്പോൾ 1 രൂപ 2 രൂപയ്ക്ക് വരാനുണ്ട് തലപ്പിന് ഇല്ലേ. അപ്പോൾ നമ്മൾ തലപ്പ് ഉള്ളി കഴിഞ്ഞാൽ അത് പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കാര്യം ഞാൻ ചെയ്തൊരു കാര്യമാണ് ഞങ്ങൾ കാണിക്കാൻ വേണ്ടോ. കണ്ടാലോ നമുക്ക് ഇതുണ്ടോ, ഇത് ഞാൻ തലപ്പൊക്കെ നട്ടിട്ട് മുളച്ച് സെറ്റായിട്ടോ വേരൊക്കെ പിടിച്ചിട്ടുള്ള സംഭവമാണോ. കറക്റ്റ് വേര് പിടിച്ചാൽ ആ ഒരു ചെടി നിൽക്കുന്ന അതേപോലെ സമയം നമുക്ക് കാണാനായിട്ടുള്ള വളരെ ഈസിയാണ്. അപ്പൊ നമ്മള് കൂർക്കയുടെ തലപ്പ് നമുക്ക് അധികം കൂർക്കൊന്നുമില്ല. ഈ സൈഡിലാണ് കുറച്ച് കൂർക്ക, ഇവിടെ കുറച്ച് കാന്താരികളുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ നാശങ്ങളുള്ളത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റി തട്ടിക്കുക. ഇതേപോലുള്ള തലപ്പ് വേണം. ഇത് കണ്ട് നമ്മൾ ഇത് തലപ്പ് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, നല്ല എണ്ണുള്ള തലപ്പാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. മൂത്ത തടിച്ചുള്ള തലപ്പുണ്ടാവും, അതാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. കേട്ടോ, ഇതേപോലുള്ള തലപ്പാണ് നമ്മൾ എടുക്കുന്നത്. നല്ല തടിച്ചുള്ള തലപ്പ് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കാം. ഇതേപോലെ തലപ്പോട് നല്ല മൂത്തിട്ടുള്ള നല്ല തടിച്ചുള്ള തലപ്പോട് എടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി മുന്നേ നമുക്ക് എന്താ ചെയ്യുന്നത് നടാനായിട്ട് നോക്കാം. എങ്ങനെയാണ് നമുക്ക് ആ മിശ്രിതം ചേർത്ത് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. ഞങ്ങൾ പോവാം. അപ്പൊ ഇതേപോലെ തലപ്പോട് നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊണ്ടുവന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി വേണ്ടത് ഇതേപോലെ പൊടി സോയിലാണ്. പൊടി ഇതിൽ എന്ന് വെച്ചാൽ പെർലൈറ്റ് മിക്സ് ആണ്. അതേപോലെ കുറച്ച് ചകിരി ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഈ പൊടി സോയിലുള്ള പെർലൈറ്റിന്റെ വൈറ്റ് വെള്ള കാണുന്നുണ്ടല്ലോ, അത് പെർലൈറ്റ് ആണ് കേട്ടോ. അപ്പോ പെർലൈറ്റ് കൂടി ആകുമ്പോൾ നമ്മൾ ഇതിന്റെ ഈ കൊടുക്കുന്ന വെള്ളത്തിന്റെ ഈർപ്പം അതിൽ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ പെർലൈറ്റ് ഉപയോഗിക്കണം. നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നത്. പിന്നെ മുളയ്ക്കാനും നല്ല പെട്ടെന്ന് വേര് കിട്ടാനായിട്ട് നല്ലതാണ്. എപ്പോഴും നമ്മൾ വെള്ളം നിൽക്കുമ്പോൾ വെള്ളത്തിന് കിട്ടുമ്പോൾ വെള്ളത്തിൽ ആ ഈർപ്പം കിട്ടുന്ന നിലനിൽക്കുമ്പോൾ പെട്ടെന്ന് വേര് കിളിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. കണ്ടില്ലേ? ഓക്കെ. പിന്നെ വേണ്ട ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ പോട്ട്സ് കിട്ടില്ല. അപ്പൊ അതിലേക്ക് നമ്മൾ ഇടണം കേട്ടോ. ഇതേപോലെ ഇതേപോലുള്ള പോട്ടിലോട്ട് നമ്മൾ നിറയ്ക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേപോലെ പോട്ട് നിറച്ചതിന് ശേഷം നമ്മൾ ഈ തലപ്പുകൾ നമ്മൾ ജസ്റ്റ് ഈ അടിയിലുള്ള ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാം. ജസ്റ്റ് ഈ ഇലകൾ കട്ട് ചെയ്ത് കളയാം. നമുക്ക് വേണം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒരു വിരലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഹോളാക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ഇറക്കി വെച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് കുറച്ചുകൂടി പൊടി സോയിൽ നമ്മൾ ഇതിലോട്ട് ഇടും. മിശ്രിതം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മിശ്രിതമാണ് എന്നാ പറയുന്നത്. മിശ്രിതം ഇതിലോട്ട് ഇടും. കണ്ടില്ലേ? ജസ്റ്റ് നമുക്ക് കൊടുക്കും. അപ്പൊ ഇതേപോലെ നമുക്ക് വെച്ചു കൊടുത്താൽ ഒരു 4-5 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതിന്റെ വേരുകൾ വരാൻ തുടങ്ങും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുകൊണ്ടാ ഇതിന് ചെയ്യണം എന്താ വെച്ചാൽ നാട്ടിലൊന്നും ചെയ്യാറില്ല. നാട്ടിൽ നമ്മൾ തലപ്പം കൂടിയിട്ട് ഡയറക്റ്റ് തന്നെ നമ്മൾ കൂർക്ക കാണാൻ പോകുന്ന സ്ഥലത്ത് നടന്ന് ഇടയിൽ ചെയ്യാറ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് നമുക്കിവിടെ ഗൾഫ് രാജ്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കൂർക്ക തൈകളൊന്നും കിട്ടാനില്ല.
ചെടികളൊന്നും വളരെ അപൂർവമാണ്, കിട്ടണമെന്ന് തന്നെ അറിയില്ല. എന്താ പറയാ, പുറത്തൊന്നും നഴ്സറികളൊന്നും കിട്ടില്ല. അപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ തലപ്പ് നമുക്ക് വിലപ്പെട്ടതായതുകൊണ്ട് ഇതേപോലുള്ള ഓരോ തലപ്പുകൾ നമുക്ക് എന്താ പറയാ വില മതിക്കാനാവാത്ത തലപ്പുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ഓരോ തലപ്പ് നാശമായി പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒരു ഹോളാക്കി കൊടുക്കണം. ഒരു ഹോളാക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തലപ്പുകളും വെച്ച് ഒപ്പം തന്നെ നമ്മളതിൽ കുറച്ച് പൊടി സോയിൽ കൂടി ഇടാം. ഇതാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ നിങ്ങളിത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വിചാരിക്കും എന്തുകൊണ്ട് കാണിക്കുന്നത്, ഇതൊക്കെ അത്ര അത് ഞങ്ങളൊന്ന് ആലോചിക്കാൻ രസമുണ്ടോ, അത് സാധ്യതയാണ്. നാട്ടിൽ സുലഭമായിട്ട് കുറുക്ക